ആക്ട് കാണിക്കുന്നത്. എന്നാൽ ഞാൻ തെളിവ് സഹിതം 2 തെളിവ് ഞാൻ ഈ വീഡിയോക്കകത്ത് കാണിച്ചു. ഈ രണ്ട് തെളിവായിരിക്കും ഞാൻ ചേച്ചി നാണമുള്ളത് ആർക്കാണെന്ന് ഈ വീഡിയോക്കകത്ത് ഞാൻ തെളിവ് സഹിതം കാണിച്ചു തരുമായിരിക്കും. ഈ ഒരു വീഡിയോ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവർക്കും രേണുവിനെ ഇഷ്ടമല്ലാത്തവർക്കും രേണുവിനെ ഇഷ്ടമുള്ള വ്യക്തികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. രേണുവിനെ ഇഷ്ടമുള്ളവരെ എന്തായാലും നിങ്ങൾ PR വർക്കിൽ കുറെ പരിപാടികൾ ചെയ്തു കൂട്ടുമ്പോൾ ഞാൻ ഈ ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോയുടെ ഈ ഒരു കഷ്ണം കൂടെ എടുത്ത് നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റീച്ചിലേക്ക് എത്താൻ സാധിക്കുമായിരിക്കും. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ സമൂഹത്തിന്റെ നേർ മുഖമുദ്രയാണെന്നൊക്കെ ഇടയ്ക്ക് ഞാൻ അഡ്വർടൈസ്മെന്റിനകത്തൊക്കെ ഇവരത് കണ്ടായിരുന്നു. ഈ സമൂഹത്തിന്റെ മുഖമുദ്ര എന്ന് പറഞ്ഞത് ഇവന്മാരുടെയൊക്കെ ഈ വായും വേണോ അറിഞ്ഞു കുറെ പരിപാടികൾ കാണിക്കാൻ വേണ്ടിയിട്ടാണോ? കാരണം രേണു ഈ ഒരു ബിഗ് ബോസിനുള്ളിൽ പോകുന്നതിന് മുമ്പായിട്ട് ഈ നാട്ടിൽ കിടന്ന് കുറെ പരിപാടി കാണിച്ചു കൂട്ടിയായിരുന്നല്ലോ. അതിന്റെ എല്ലാം കർമ്മ എങ്ങനെയാണ് ജീവിതത്തിൽ കറങ്ങി അടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 5ാമത്തെ 6ാമത്തെ എപ്പിസോഡ് തൊട്ടങ്ങ് തുടങ്ങാം. കാരണം ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ ഇവർക്ക് പോലും അറിയത്തില്ല എന്താണ് ഈ നാട്ടിൽ കാണിച്ചു കൂട്ടിയത്. ഈ കാണിച്ചു കൂട്ടിയതിന്റെ കൃത്യമായ കർമ്മയാണ് ബിഗ് ബോസിനുള്ളിലേക്ക് ചെന്ന് ഇവർ കാണിക്കുന്ന ഓരോ ആക്ടിനകത്തും ഓരോ പ്രവൃത്തിയിലേക്കകത്തും ഇവരുടെ കയ്യിൽ നിന്നും പൊളിഞ്ഞു വീഴാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ഈ ഷോയെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് തെളിവ് സഹിതം വീഡിയോ സഹിതം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പൊളിച്ച് കൈ തരാം. 2 മക്കളെ സ്നേഹത്തോടെ വിലപിക്കുന്ന ഒരു അമ്മയെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അത് എന്താണ് നടന്നതെന്നും കിച്ചുവിന് പറയാനുള്ള സഹിതം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയായിരിക്കും ഈ വീഡിയോ ഞാൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ഷോയെ കുറിച്ച് പറയുമ്പം എനിക്ക് ഈ കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് കാണാൻ സാധിച്ചതേ ഒരു കരച്ചിൽ കാർഡ്. ഈ പറഞ്ഞ രണ ഫാത്തിമ ആണെങ്കിലും ശരി, രേണുസുതി ആണെങ്കിലും ശരി, അനുമോൾ ആണെങ്കിലും ശരി, നിങ്ങൾ എന്തു ഈ കാണിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഈ കരഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ഒരു സഹതാപം ക്രിയേറ്റ് ചെയ്യുമെന്നും ഈ കരയുന്ന പെൺകുട്ടികളുടെ കൂടെ നാടൊട്ടാകെ നിൽക്കുമെന്നാണോ? വളരെ വളരെ പത്തറ്റിക് സിറ്റുവേഷൻ കേട്ടോ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. എന്ത് ഈ കാണിക്കുന്നത്? പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്ന് പറയുന്നത് ഈ 2 പേര് തമ്മിൽ വാക്ക് തർക്കം ഉണ്ടാകുമ്പോഴത്തേക്കിന് അതിനകത്ത് ഏറ്റവും കൂടുതൽ ലൗഡറായിട്ട് സംസാരിക്കുന്ന അയാളാണ് ആ വീടിന്റെ ഒരു ഡോമിനേഷൻ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലൊക്കെയാണോ? എനിക്ക് തോന്നുന്നു ഈ ഷോയ്ക്കകത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വീട്ടിനകത്ത് നിൽക്കുന്ന വ്യക്തികൾ ആ രീതിയിലാണ് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഷോയെ ആ രീതിയിൽ കണ്ടുകൊണ്ടാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ ഈ ഒരു ഷോ കണ്ടിന്യൂസ് വാച്ച് ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒരാൾ സംസാരിക്കുന്നു, ആ ആൾ സംസാരിക്കുന്ന എത്ര വോയിസിലാണ് സംസാരിക്കുന്നത് അതിനെക്കാട്ടിലും ഒരപ്പുറം മുകളിലേക്ക് കയറി വീണ്ടും സംസാരിച്ച് പോയാൽ മാത്രമേ നമ്മൾക്ക് പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തുള്ളൂ. അങ്ങനല്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ, അതായത് ബിഗിനിങ് ടു എൻഡ് കൃത്യമായ ധാരണയും കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ലൗഡറായിട്ട് കിടന്ന് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനൊക്കെ വളരെ എക്സാമ്പിൾ ആണ് നമ്മുടെ അതിനകത്ത് മറ്റേ ഗസ്ലിയ ആ ഒരു പെൺകൊച്ചുണ്ടല്ലോ, അതായത് ഹിന്ദി ബിഗ് ബോസിൽ നിന്നൊക്കെ ഇവിടെ വന്നത്. അപ്പൊ ആ പെൺകുട്ടിയുടെ എനിക്ക് കാണാൻ സാധിച്ച ഒരു ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വ്യക്തമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വാ തുറന്ന് അതിനെപ്പറ്റി സംസാരിക്കത്തുള്ളൂ കേട്ടോ. അതെനിക്ക് വ്യക്തമായി മനസ്സിലാക്കി. ബാക്കിയെല്ലാം ലൗഡറായിട്ട് സംസാരിക്കുന്നതിനകത്തും ആൾക്കാരെ ചൊറിയുന്നതിനകത്തും ഒരു എന്റർടൈൻമെന്റ് കണ്ടെത്തി അതാണ് ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. ഈ അനീഷൊക്കെ കാണിക്കുന്ന ആക്ട് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ബിഗ് ബോസിന്റെ തന്നെ ഒരു സ്റ്റാഫിനെ ഈ ഒരു ഷോയ്ക്കകത്തേക്ക് ഇറക്കി വിട്ട പോലെയാണ് ഈ വ്യക്തി അവിടെ കിടന്ന് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പരമമായ ഒരു സ്ത്രീ വിരോധിയായിട്ടൊക്കെയാണ് ബിഗ് ബോസിനുള്ളിൽ അദ്ദേഹം ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആ ബിഗ് ബോസ് കണ്ടതിനകത്തും ലൈവ് കണ്ടതിനകത്തും ഷോ കണ്ടതിനകത്തും എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. ഈ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരു സ്ത്രീ വിരോധി അല്ല. അദ്ദേഹത്തിന്റെ ജെൻഡർ എന്താണ് എന്ന് മറച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ജെൻഡർ ഐഡന്റിറ്റി സ്ത്രീ വിരോധിയിലേക്ക് അദ്ദേഹം തന്നെ ഉൾട്ടയടിച്ച് കറക്കി വിട്ട് കൊണ്ടുപോകുന്ന ഒരു ആക്ട് ആയിട്ടാണ് എനിക്ക് അദ്ദേഹത്തിന്റെ പ്രവൃത്തി കണ്ടപ്പോഴും അദ്ദേഹത്തിന്റെ ആക്ട് കണ്ടപ്പോഴും ബിഗ് ബോസിനുള്ളിൽ എനിക്ക് കാണാൻ സാധിച്ചത്. ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. പക്ഷെ എനിക്ക് അതിനകത്തൊരു സ്ത്രീ വിരോധി എന്ന് പറയുന്ന ഒരു അനീഷിനെ അല്ല കാണാൻ സാധിച്ചത്. അനീഷ് കളിക്കുന്ന കളി എന്നൊക്കെ വെച്ച് കഴിഞ്ഞുണ്ടല്ലോ, ഇതൊരു എന്താണ്, നമ്മൾ ആൾക്കാരെ ചൊറിഞ്ഞ് മുന്നോട്ട് കയറുമ്പോഴത്തേക്കിന് അതിനകത്ത് ഈ ചൊറിയുമ്പോഴത്തേക്കും നമ്മൾ ആരെങ്കിലും ഒരാളെ ചെന്ന് ചൊറിയുന്നു. അപ്പൊ ആ ചൊറി കൊള്ളാനായിട്ട് പ്രാപ്തിയുള്ളവനും ആ ചൊറി അവൻ ആവശ്യമാണെന്ന് കാണുന്ന വ്യക്തികൾക്ക് തോന്നണ്ടേ? അങ്ങനെയാണെന്നുണ്ടെങ്കിലല്ലേ മറ്റൊരു വ്യക്തിയെ നമ്മൾ എന്ന് പ്രൊവോക്ക് ചെയ്യുമ്പോഴോ ചൊറിയുമ്പോഴോ അതിനൊരു ധാരണ നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് അങ്ങനെ ഒന്നുമില്ലാത്ത ഒന്നും ചെയ്യാതിരിക്കുന്നവരടുത്തൊക്കെ ഇങ്ങനെ നിന്ന് ചൊറിയുമ്പോഴത്തേക്കിന് ആർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ രണ ഫാത്തിമ ഏകദേശം എനിക്കൊന്ന് 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ പ്രായത്തിൽ നിന്ന് കളിക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല, അല്ലെ പെൺകുട്ടിയായിട്ട് നിന്ന് കളിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെ നമുക്കൊരു വ്യക്തമായ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഇമാതിരി പരിപാടികൾക്ക് ഇറങ്ങാവൂ, അല്ലെങ്കിൽ ഒരാളോട് ഒരു ആർഗ്യുമെന്റിലേക്ക് ഇറങ്ങാവൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ നിങ്ങളൊരു എപ്പിസോഡ് കണ്ടപ്പോൾ കാണുമായിരിക്കും, ഇവർ അടുക്കളയിൽ നിന്നുകൊണ്ട് ആ ഫുഡ് പാചകം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ കണ്ടിന്യൂസ്ലി ഒനൈൽ സാബു എന്ന് പറയുന്ന വ്യക്തിയുടെ പുറകെ നടന്ന് ഈ ഒരു ആക്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ആ ഫുഡ് കഴിക്കുന്നതിന് നടുക്ക അവിടെ അതിന്റെ വട്ടത്തിൽ നിന്നുകൊണ്ട് എല്ലാവരും കൂടെ കിടന്ന് പറയുന്നത്.
കഴിഞ്ഞ സീസണിൽ ജാസ്മിന്റെ മൂക്കള വീണമെന്ന് തുപ്പല് വീണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ വിപ്ലവങ്ങളായിരുന്നു ബിഗ് ബോസിനുള്ളിൽ നടന്നു കൂട്ടിയെന്നറിയോ? ഇവരിതൊന്നും കണ്ടിട്ടില്ലേ? ഇവരിതിനെ കുറിച്ച് അറിയുന്നില്ല. നിങ്ങൾ നോക്കിയാൽ മതി, ആ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കീഴിൽ വന്നിരുന്നത് ഇത് കാണിക്കുന്നത്. പിന്നെ റണ ഫാത്തിമയുടെ കാര്യം എടുത്തു പറയാനുള്ള കാര്യം, ആ ഒരു വ്യക്തി ഫുഡ് എടുത്തുകൊണ്ട് അവിടെ മാറിപ്പോയിരുന്ന് കഴിക്കുമ്പോഴും കൂടെ പോയിരുന്നിട്ട് അതിനെ പ്രൊവോക്ക് ചെയ്യുക, വീണ്ടും പ്രൊവോക്ക് ചെയ്യാറുന്നു. അറ്റ്ലീസ്റ്റ് അദ്ദേഹം ഫുഡ് കഴിക്കുന്നു എന്നൊരു മാന്യത കാണിക്കണം. എന്നിട്ട് ഒന്നും നടക്കുന്നില്ല, തകരുന്നു എന്ന് കണ്ടപ്പോഴത്തേന് ഡയറക്റ്റ് കരച്ചിൽ എന്ന് പറയുന്ന ഒരു ആക്ടിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് അനുമോള് ഇന്ന് രണ്ട് കരച്ചിൽ പോയി. അതായത് നമ്മുടെ രാവിലെ രേണു ചേച്ചിയുടെ കരച്ചിലും പോയി, അത് കഴിഞ്ഞപ്പോഴത്തേന് രണ ഫാത്തിമയുടെ കരച്ചിലും പോയി. ദൈവമേ ഇന്ന് കരച്ചിലാണല്ലോ കോമ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കിയപ്പോഴത്തേനാണ്ട് അനുമോള് എന്നിട്ടില്ല, പുല്ലിനിടയിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നു, എന്തോ സാറ്റ് കളിക്കാൻ നിൽക്കുന്നു. എല്ലാവരും പോയി ഒളിക്കണമായിരുന്നു. നമ്മളങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ ഭാര നമുക്ക് ഒളിച്ചിരിക്കാന്ന് പറഞ്ഞായിരുന്നു. അവിടെ പോയി നിന്ന് ഒളിച്ചിരുന്നുകൊണ്ടുള്ളൊരു കരച്ചിൽ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്തോ കാണിക്കുന്നുള്ളത്. എനിക്ക് വ്യക്തമായ ഒരു ധാരണ ഈ ബിഗ് ബോസിനകത്തുള്ള ഒരു വ്യക്തികളെ കുറിച്ച് കൃത്യമായിട്ട് വന്നിട്ടില്ല. എന്നാലും ഞാൻ പറയാം, നവീൻ ആ ഒരു വ്യക്തി, ഞാൻ അദ്ദേഹത്തിനൊരു സ്കോപ്പ് കാണുന്നുണ്ട്. കയറി വരാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. കയറി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നാക്കിട്ടടിച്ച് നിൽക്കാനും നല്ല പ്രാപ്തിയുള്ള ഒരാളായിട്ടാണ്. പിന്നെ നമ്മുടെ പാട്ടുകാരൻ അക്ബറിനെ കുറിച്ചും എനിക്ക് ഈ രണ്ടുപേരുടെ കാര്യമാണ് നിലവിൽ എനിക്ക് ആക്ടിലും അല്ലെങ്കിൽ ഈ പ്രവൃത്തിയിലും ഒരു ഇച്ചിരി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം എന്താണെന്നുള്ളത്. ഇനി നമുക്ക് നമ്മുടെ രേണു ചേച്ചിയുടെ കാര്യത്തിലേക്ക് ഒന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, രേണു ചേച്ചി ബിഗ് ബോസിനുള്ളിൽ രാവിലെ ഒരു ആക്ട് കാണിച്ചായിരുന്നു. അയ്യോ അതിനു മുമ്പ് ഞാൻ ഒരു ഫോട്ടോ കാണിക്കാവേ. ഈ ഫോട്ടോ, ഈ ചേച്ചിയെ നിങ്ങൾ ഈ ഒരു മുഖമല്ലാതെ വേറെ എന്തെങ്കിലും മുഖം ബിഗ് ബോസിനകത്ത് കണ്ടോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ഇടുന്നത് നവരസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഈ ഒരു വ്യക്തി ഇടുന്നത് കണ്ടോ? ഫുൾ ടൈം എന്താ ഇങ്ങനെ തന്നെ ഇരിക്കുക? എന്റെ പൊന്നു ബിഗ് ബോസേ, നിങ്ങൾ ഈ ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിന് എന്താണ് നിങ്ങളുടെ മാനദണ്ഡം, ക്രൈറ്റീരിയ? പ്ലീസ് അടുത്ത തവണ നിങ്ങളൊരു ഓഡീഷൻ കൊടുക്കുമ്പോഴത്തേക്കിന് നിങ്ങൾ അതിനൊരു വ്യക്തമായൊരു ധാരണ ഒന്ന് ഇട്ട് തന്നാലേ ഈ കാണുന്ന ഞങ്ങൾക്ക്, അല്ലെങ്കിൽ ഞാൻ എന്നെ പോലുള്ള വ്യക്തി അപ്ലൈ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന, നമ്മൾ ചെയ്തിട്ട് നോക്കുന്ന ആൾക്കാരെ, അപ്പൊ നമുക്ക് മനസ്സിലാവുമോ ഞാൻ എനിക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം. കാരണം അങ്ങനെ ഒരു സംഭവം നിങ്ങൾ ഇട്ട് തന്ന വളരെ ഉപകാരം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വന്നിരിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവത്തില്ല. അതുകൊണ്ടൊന്ന് പറഞ്ഞു പോയതാണ്. തിരിച്ച് നമുക്ക് രേണു ചേച്ചിയുടെ കാര്യത്തിലേക്ക്. രേണു ചേച്ചിയുടെ വകയായിരുന്നു രാവിലത്തെ ആക്ട്, കരച്ചിൽ ആക്ട്. ഞാൻ ഇനി അധികം സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ച് അതിന്റെ തെളിവ് സഹിതം ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഓക്കെ, മക്കൾക്ക് വേണ്ടി വിലപിക്കുന്ന ഒരു അമ്മയാണ് നിങ്ങൾക്ക് ബിഗ് ബോസിനുള്ളിൽ ഈ 6ാമത്തെ 7ാമത്തെ എപ്പിസോഡിലേക്ക് എത്തിയപ്പോഴത്തേന് കാണാനായിട്ട് സാധിക്കുന്നത്. ആ അമ്മയുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു നിമിഷം പോലും സ്വന്തം മക്കളെ പിരിഞ്ഞു നിൽക്കാൻ കഴിയാത്തതും ഒരു നിമിഷം പോലും സ്വന്തം മക്കളെ കാണാതിരിക്കാനും കഴിയാത്തതുമായിട്ടുള്ള ഒരു അമ്മയുടെ വിലാപമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തുടർന്ന് കാണുക, ബാക്കി ഞാൻ ക്ലാരിഫൈ ചെയ്തു തരാം. അതിനകത്ത് കാണാതിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരോട് ഞാനൊരു കാര്യം പറയാം, ഇതൊരിക്കലും നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം തുടർച്ചയായി ഞാൻ കണ്ടുവന്നിട്ടുള്ള ആക്ടിനകത്തുള്ളൊരു രേണുവും ഈ ബിഗ് ബോസിനകത്തിരിക്കുന്ന ഒരു രേണുവും തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ട്. അത് തെളിവ് സഹിതം എന്റെ കയ്യിൽ കാണിക്കാൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞത്. ഒരിക്കലും ഇത് അമ്മ മക്കൾ പാസത്തിൽ വരുന്ന വ്യക്തികൾക്ക് ഇത് ഹേർട്ട് ആവാൻ ചാൻസ് വളരെ കൂടുതലായിരിക്കാം. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞേ പറ്റൂ, അത്രേ ഉള്ളൂ. എനിക്ക് ചേച്ചിക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല. അമ്മയുടെ പൊന്നെ, അമ്മയുടെ തക്കുടു, ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ പള്ളിക്കെട്ട്, ശബരിമലയ്ക്ക്, കല്ലും മുള്ളും, കാലികമത്ത്, സാമിയെ, അയ്യപ്പോ സാമിയെ, ഇത് തന്നെ മാറ്റി തിരിച്ച് രണ്ട് മക്കളുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആക്ടിലേക്ക് വരുന്നതിന് മുമ്പ് ചേച്ചി പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു തത്തമ്മ എടുത്തു വെച്ചിട്ട് സംസാരിക്കാൻ നോക്കിയത്. അപ്പൊ തത്തമ്മയ്ക്ക് കണ്ണില്ലല്ലോ, ഞാൻ പിന്നെ എന്തോ സംസാരിക്കാനാ. എന്നിട്ട് ചുറ്റും നോക്കും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചേച്ചി ഇങ്ങനെ കറങ്ങി നോക്കും. ആരുമില്ല. ഇനിയിപ്പൊ ഞാൻ ഇത് പറഞ്ഞ ആരുമായിട്ട് അറിയത്തുമില്ലെന്ന്. ഇനിയിപ്പൊ ഞാൻ ആരെങ്കിലും ഉള്ളപ്പോഴാണ് ഇത് പറയുന്നെങ്കിൽ പറയത്തില്ല, അവരെ കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. എവിടെ 100 ക്യാമറയുടെ നടുക്കിരുന്നോണ്ട് ഇത് പറയുന്നത്. എന്നിട്ട് ചേച്ചിയുടെ വായിന്ന് അറിയാതെങ്കിൽ വീഴും കേട്ടോ. ഞാനിത് ബാത്റൂമിൽ പോയെന്ന് പറഞ്ഞ ബാത്റൂമിൽ ഇരുന്ന് കളഞ്ഞു കഴിഞ്ഞാലേ അവര് കേൾക്കുന്നു. ആര് കേൾക്കും? ബാത്റൂമിൽ ഇരുന്ന് കരയുന്നതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടിയെന്നായിരുന്നു. അല്ലാതെ ഈ ക്യാമറയുടെ മുന്നിൽ ഇരുന്നിട്ട് ഇമാതിരി അഭിനയൊന്നും അഭിനയിക്കല്ലേ ചേച്ചി. ഓൾറെഡി നാഷണൽ അവാർഡൊക്കെ പ്രഖ്യാപിച്ചു. ഈ വർഷം ഇനി കിട്ടത്തില്ല. നമുക്ക് അടുത്ത തവണത്തെങ്കിലും നോക്കാം. അപ്പൊ അടുത്ത തവണത്തുള്ള പുതിയ ആക്ടുമായിട്ടോ ഈ കൊച്ചു പിള്ളേർ വരെ മടിക്കും ഇത്തരത്തിലുള്ള ആക്ടുകൾ കാണിക്കാറുണ്ട്. ആ സംഭവം ഒന്നും പൊക്കിയെടുത്തോണ്ട് വരില്ല കേട്ടോ. ക്യാമറയുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് നമ്മൾ കാണുന്നവരെന്തോ പൊട്ടന്മാരാണോ? തെളിവ് ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കൃത്യമായിട്ട്.
അമ്മയുടെ ജീവന്, അമ്മയുടെ ആത്മാവ്, അമ്മയുടെ ജീവനെ, അമ്മയുടെ ആത്മാവെ, അമ്മയുടെ കാലെ, അമ്മയുടെ കയ്യെ, അമ്മയുടെ മുടിയെ, അമ്മയുടെ ഷർട്ട്, പാന്റ്, എനിക്കറിയാൻ വയ്യ വായിൽ എന്തൊക്കെ വരുന്നുണ്ടോ എല്ലാം, അമ്മയുടെ നാവേന്ന് വരെ വേണം നമുക്ക് അവസാനം ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് കഴിയും. ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വ്യക്തിയുടെ ജീവിതം? കാരണം ഇവരുടെ പല ഇന്റർവ്യൂസും നിങ്ങളെ പോലെ തന്നെ ഞാനും കണ്ടിട്ടുള്ള ആ കണ്ടന്റിനകത്തിൽ ഇവർ പറയുന്നുണ്ട്, എനിക്ക് ഷൂട്ടാണ്, എനിക്ക് എന്റെ മോനെ നോക്കാൻ സമയമില്ല. എന്റെ മോനെ നിങ്ങളങ്ങ് എടുത്തോ, നിങ്ങളങ്ങ് നോക്കിക്കോ, എനിക്ക് നോക്കാൻ സമയമില്ല, അതുകൊണ്ടാണ് എന്റെ അച്ഛൻ അമ്മയുടെ കൂടെ നടന്നത്. ഞാൻ ഇവിടെ വല്ലപ്പോഴും വരുന്നത് എന്റെ മക്കളെ കാണുന്നതാ. കിച്ചുവിനെ കുറിച്ച് ചോദിക്കുമ്പോഴും കിച്ചുവിനെ ഇപ്പൊ ഞാൻ അധികം വിളിക്കാറില്ല, ഷൂട്ടിന്റെ തിരക്കും കാര്യങ്ങളും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസിനുള്ളിൽ ചെന്നിട്ട് 5-6 ദിവസമായപ്പോഴത്തേന് ഈ ആക്ട് കാണിക്കുന്നത്. എന്നാൽ ഞാൻ തെളിവ് സഹിതം 2 തെളിവ് ഞാൻ ഈ വീഡിയോക്കകത്ത് കാണിച്ചത്. ഈ രണ്ട് തെളിവായിരിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിവെക്കാനായിട്ടുള്ള കാര്യങ്ങൾ. ആദ്യത്തത് ആ കുഞ്ഞു പയ്യൻ ഋതപ്പൻ എന്ന് പറഞ്ഞ പയ്യന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിച്ചുതരാം. കഴുത്തിൽ എന്ത് പറ്റിയതാ വേണ്ടേ? ഞാനിവിടെ വന്നപ്പോ എന്തായിരുന്നു കുഞ്ഞു പയ്യന്റെ, അതായത് ജൂൺ 5-ാം തീയതി എങ്ങാണ്ട് ഈ പറയുന്ന സുധിച്ചേട്ടന്റെ മരണാനന്തര ചടങ്ങ്, അതായത് ഈ പറഞ്ഞ 2 വർഷം തികയുന്നതിന്റെ ആ ഒരു ആണ്ടിന്റെ സമയത്ത് ക്യാമറ എടുത്തുകൊണ്ടിരുന്ന പയ്യൻ ചോദിക്കുന്നതാണ്, ഋതപ്പന്റെ കഴുത്തിൽ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം സ്വന്തം അമ്മയായ രേണു പറയുകയാണേ, അതെ എന്തോ അമ്മ ഋതപ്പന് പറ്റിയത്, എന്തുവാ അമ്മ ഋതപ്പന് പറ്റിയത്, ഞാൻ ഇവിടെ വന്നപ്പോ കണ്ടതാണ്, ബാക്കി കൂടെ കാണിച്ചു തരാം. എന്തോ ജീവി കണ്ട് വന്നിട്ട് മരുന്നൊക്കെ മേടിച്ച് ഇച്ചിരി മോനെ വിളിച്ചേ വീടിന്റെ ഞാനപ്പോ കണ്ടിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോഴാ കണ്ടത് അമ്മ ഇതൊക്കെ മാറ്റിയത്, എന്തോ ജീവി എങ്ങാണ്ട് കടിച്ചാന്ന്. എന്തോ അമ്മയെന്ന് നിങ്ങൾ ഈ ബിഗ് ബോസിന്റെ ഈ കണ്ണാടിയുടെ മുന്നിൽ ഇരുന്ന് കരഞ്ഞൊരു കരച്ചിലുണ്ടല്ലോ, ആ കരച്ചിലിനൊരു അർത്ഥം ഉണ്ടെങ്കിലേ ഒരിക്കലും കൂടെ നിന്ന് അമ്മയോട് ചോദിക്കത്തില്ല, അമ്മേ മോന്റെ കഴുത്തിൽ എന്തോ പറ്റിയെന്നുള്ളൊരു കാര്യം കേട്ടോ. അത് ഈ വീഡിയോ കണ്ട എനിക്ക് നിങ്ങൾ ആ കണ്ണാടിയുടെ മുന്നിൽ പോയിരുന്ന് കരഞ്ഞതൊന്നും കണ്ടിട്ട് ഒരു കരച്ചിലായിട്ട് തോന്നിയിട്ടില്ല, അതൊരു മൊക്കൾ പാസമായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്തത് മനസ്സിലാക്കണം. അല്ലാതെ ചുമ്മാ നമ്മൾ ആരും താറടിച്ച് കാണിപ്പിക്കാനോ അവർ കരഞ്ഞതിന് യാതൊരു അർത്ഥമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. അവർ ചെയ്തത് ശരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ശരിയെന്ന് പറയും. പക്ഷെ ഇന്ന് ഈ നിമിഷം വരെ ശരിവെക്കാൻ പാകത്തിലുള്ള ഒരു ആക്റ്റും എനിക്ക് ബിഗ് ബോസിനുള്ളിൽ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ക്യാപ്റ്റൻസി ടാസ്ക് വന്നപ്പോഴാണെങ്കിലും ശരി, ജയിൽ നോമിനേഷൻ കൊടുത്ത സമയത്താണെങ്കിലും ശരി, രേണുവിന്റെ പേര് ഒരിടത്തും പരാമർശിക്കാതെ വന്നിട്ടുള്ളത്. പരാമർശിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു ഹൈ പിച്ചിൽ അല്ലെങ്കിൽ ഹൈ വോട്ടിംഗ് റേഷ്യോയിലേക്ക് ആ ഒരു പേര് അവിടെ എത്തിയിട്ടില്ല. ബിഗ് ബോസിനുള്ളിൽ പുറത്തു നിന്ന് കാണിച്ചിട്ടുള്ള ആക്ടുകൾ ഒന്നും ചേച്ചിക്ക് ബിഗ് ബോസിനുള്ളിൽ വർക്കൗട്ട് ആയിട്ടില്ല. പുള്ളിക്കാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ബിഗ് ബോസിന്റെ പുറത്തു നിന്നപ്പം എന്ത് കോണ്ടന്റ് ആണോ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്, വിധവ, മക്കൾ, സ്ത്രീ, എന്തോ പവർ ലേഡി, ഒറ്റയ്ക്ക് ജീവിക്കുന്ന വനിത, ഇതേ കോണ്ടന്റുകൾ തന്നെയാണ് ബിഗ് ബോസിനുള്ളിൽ ചെന്നിട്ടും പുള്ളിക്കാര് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ നിൽക്കുന്ന പെൺപുലികളെ കാരണം ഇവരുടെ ആ ഒരു പ്രൊമോഷൻ വലുതായിട്ട് അങ്ങോട്ട് നടക്കുന്നില്ല. ഇനി കിച്ചു ഇതിനെ സംബന്ധിച്ച് പറയുന്ന ഒരു കാര്യം ഒന്ന് കേട്ടു നോക്കാം, അപ്പൊ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കറക്റ്റ് ആവും. ഇവിടെ നിൽക്കുന്ന മോനെ, ഞാൻ ഇവിടെയാണ് ഹാപ്പി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു ടൈം കഴിഞ്ഞ കിച്ചുവിനോട് ലൈവിൽ ചോദിക്കുന്നതാണ്, കിച്ചു നിനക്ക് ഇവിടെ നിൽക്കുന്നതാണോ അതോ കോട്ടയത്ത് നിൽക്കുന്നതാണോ താല്പര്യം എന്ന് ചോദിക്കുമ്പോൾ അവൻ അതിന് പറയുന്നതാണ്, ഇവിടെ നിൽക്കുന്ന മോനെ, ഞാൻ ഇവിടെയാണ് ഹാപ്പി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു ടൈം കഴിഞ്ഞപ്പം എന്താണ് എനിക്ക് അവിടെ ഒരു കംഫോർട്ടായിട്ട് തോന്നിയില്ല. എനിക്ക് അച്ഛൻ പോയതിനു ശേഷം ഒരു ഇതായിട്ട് തോന്നിയില്ല. അപ്പം രേണു നോക്കിയല്ലേ, എന്നെ നോക്കിയത് എൻ്റെ അച്ഛൻ, അച്ചാമ്മ, വല്യമ്മ, വല്യച്ഛൻ, അവരെല്ലാരും തന്നെയാണ്. കേട്ട് എന്നെ നോക്കിയത് ആര്? അച്ഛൻ, അച്ചാമ്മ, അച്ഛൻ, ബാക്കി കാര്യങ്ങൾ. അമ്മയുടെ കാര്യം എവിടെയും പരാമർശിക്കുന്നില്ല. ആ കോട്ടയത്തെ വീട്ടിൽ നിൽക്കാത്ത എന്താ? എനിക്ക് ഇവിടെ നിൽക്കുന്നതാണ് കംഫർട്ടബിൾ, എനിക്ക് അവിടെ നിൽക്കുന്നത് കംഫർട്ടബിൾ അല്ല. ഇവർ ഈ കരഞ്ഞതിനകത്ത് 1% സത്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറുക്കൻ, അതായത് അമ്മ എന്ന് പറയുന്നത് ഒരു തികഞ്ഞ അകലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കിച്ചു. അങ്ങനത്തെ ഒരു പയ്യൻ വന്നിട്ട് ഒരിക്കലും ഒരു ലൈവ് വന്നിട്ട് എന്നെ അച്ഛനാണ് നോക്കിയത്, എന്നെ അച്ഛന്റെ വീട്ടുകാരാണ് നോക്കിയത്, അമ്മയെക്കുറിച്ച് അതിനകത്ത് ഒരു കാര്യം പോലും ആ ചെറുക്കൻ പരാമർശിക്കുന്നില്ല. ആ ലൈവും അല്ലെങ്കിൽ ഈ ഒരു പീസും കണ്ട എനിക്ക് നിങ്ങൾ ആ കണ്ണാടിയുടെ മുന്നിൽ വന്നിരുന്ന് കരയുമ്പോഴത്തേക്കിന് അത് സത്യസന്ധമായി കരയുന്നതെന്ന് എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യും. ചേച്ചി ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ബിഗ് ബോസിനുള്ളിൽ പോയിട്ട് പല വൃത്തികെട്ട ആക്ടുകളും എടുത്ത് ഞങ്ങൾക്ക് മുന്നിലേക്ക് ഇടാനായിട്ട്. ഒന്നെങ്കിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ അങ്ങ് വിശ്വസിപ്പിക്കണം, ഞങ്ങളെ അങ്ങ് വിശ്വസിപ്പിക്കണം ചേച്ചി കിടിലോ എന്നുള്ള കാര്യം. അല്ലാത്ത പക്ഷത്തോളം ഉണ്ടല്ലോ അണ്ണാക്കി തരും ഞാൻ.